അപ്പോൾ ഇതേപോലെ ഒരു സിലിണ്ടർ മോഡൽ ക്യാനിൽ എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടി ഇതേപോലെ ഒരു ഗ്ലാസ് ബോട്ടിലാണ്. അടുത്തായിട്ട് നമുക്ക് കുറച്ച് മെഴുക് ഉരുക്കിയെടുത്ത് നമ്മുടെ ഗ്ലാസ് ബോട്ടിലേക്ക് ഒഴിക്കുക. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതേപോലെ കുറച്ച് മെഴുകിൻ്റെ കഷ്ണം എടുത്ത് ചൂടാക്കി ഒഴിക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് സ്മൂത്താക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മളെ പൊട്ടിച്ചെടുക്കുമ്പോൾ വേഗം തന്നെ കിട്ടാനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. നല്ലോണം നമുക്കതിൻ്റെ ചുറ്റിച്ചെടുക്കണം, അല്ലെങ്കിൽ കുറച്ച് ഭാഗത്ത് മാത്രം മെഴുക് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നല്ലോണം നമുക്ക് ആ ഓയില് എല്ലാ ഭാഗത്തും നല്ലോണം നമുക്ക് റിൻസ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമ്മൾ മെഴുക് ഉരുക്കിയെടുക്കാനായിട്ട് നമ്മളിങ്ങനെ ഒരു സെറ്റപ്പിലാണ് നമ്മൾ മെഴുക് ഉരുക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മെഴുകുതിരി കത്തിച്ചിട്ട് നമ്മുടെ അലുമിനിയം ഷീറ്റ് അതിൻ്റെ മുകളിൽ കയറ്റി വെച്ച് നമ്മൾ ചൂടാക്കാനായിട്ട് നോക്കണം. അങ്ങനെ ഒരു പ്ലയർ ഉപയോഗിച്ചാണ് നമ്മൾ അലുമിനിയം ഷീറ്റ് പിടിക്കുന്നത്. നല്ല ചൂടാവും. നല്ലോണം ഒന്ന് ഉരുകി വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. വീഡിയോ കുറച്ച് സ്പീഡാക്കി എടുക്കുന്നുണ്ട്. അടുത്തായി നമ്മൾ മെഴുകുതിരിയിൽ ഉപയോഗിക്കാനായിട്ടുള്ള തിരി നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ആ ബോട്ടിലേക്ക് ഇറക്കി വയ്ക്കണം. അടുത്തായി നമ്മുടെ ചൂടാക്കിയെടുത്ത വാക്സ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കെയർഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂടുണ്ടാവും. സ്ലോ ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇത് ഫസ്റ്റ് ലെയർ ആയിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യണേ. ഇത് 2 ലെയർ വേറെ വരാനുണ്ട്. അടുത്തായിട്ട് നമ്മുടെ തിരി ഒന്ന് സെൻറ്റർ ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ അത് ചൂടായി സെറ്റായി വരുമ്പോൾ ചെരിഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ തിരി ഇങ്ങനെ നല്ല സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തായിട്ട് നമ്മുടെ തിരി കുറച്ച് വെള്ളത്തിൽ ആ ലെവലിലുള്ള വെള്ളത്തിൽ നമ്മൾ മുക്കി വയ്ക്കുകയാണ്. പെട്ടെന്ന് സെറ്റാവാനായിട്ടാണ് നമ്മളങ്ങനെ ചെയ്യണേ. അടുത്തായിട്ട് നമ്മൾ അതിൽ നിന്ന് എടുത്തതാണ് നമ്മൾ 2ാമത്തെ ലെയർ നമ്മളതിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മളിങ്ങനെയൊക്കെ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ ആരും തന്നെ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കരുത്. പേരൻസിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി. അടുത്തായിട്ട് നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ നമ്മുടെ ബോട്ടിൽ വെള്ളത്തിൽ ഇറക്കി വെച്ച് കൊടുക്കണം. ചെരിഞ്ഞ് വീഴാത്ത രീതിയിൽ വേണം നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കാൻ. നമ്മൾ ആ മുകളിലെ വടി വെച്ചാണ് നമ്മൾ ആ തിരി ഒന്ന് ഇറങ്ങി പോകാണ്ടിരിക്കാനാണ്. അപ്പം നമ്മളിത് തിരി നല്ലോണം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ആ പുറത്തത്തെ ഗ്ലാസ് പൊട്ടിച്ച് കളയാനും. വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മളങ്ങനെ ചെയ്യാൻ. കൈ മുറിയാൻ ചാൻസ് ഉണ്ട്. പതുക്കെ ചെയ്താൽ മതി. വീഡിയോ കുറച്ച് സ്പീഡായിട്ടാണ് അങ്ങനെ തോന്നണത്. വളരെയധികം ഗ്ലൗസ് ഒക്കെ ഇട്ട് ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളൂ. നൈസായിട്ടുള്ള ഗ്ലാസ് ആയതുകൊണ്ട് കൈമ കയറാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല.
നമ്മൾ മുഴുവൻ ഭാഗവും അങ്ങനെ തന്നെ കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നമ്മുടെ ക്യാൻഡിൽമത്തെ ഗ്ലാസിൻ്റെ പാർട്ടിക്കിൾസ് എല്ലാം ക്ലീനായി എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഈ വേസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യണം. വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുക. അടുത്തായിട്ട് നമ്മുടെ മോൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. നമ്മുടെ കത്തി വെച്ച് ലെവലായിട്ട് കട്ട് ചെയ്ത് മാറ്റണം. ആ തിരി കട്ടായി പോവാതെ നോക്കണം. അടുത്തായിട്ട് നമ്മുടെ ക്യാൻഡിൽ ഒന്ന് പെയിൻ്റ് അടിച്ച് കളറാക്കി കൊടുക്കണം. വൈറ്റ് ബേസ് അടിച്ച് കുറച്ച് ബോർഡറൊക്കെ കൊടുക്കാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ നമ്മുടെ ക്യാൻഡിൽ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഓണാക്കി വയ്ക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അടുത്തായിട്ട് നമ്മുടെ മെഴുതിരിയുടെ മുകളിൽ കുറേ ആയിട്ട് നിൽക്കുന്ന തിരി നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ നമ്മുടെ തിരി ഒന്ന് കത്തിച്ച് കൊടുക്കാൻ പോവാണ്. നമ്മൾ ലൈറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ കത്തിക്കണേ. നമ്മുടെ തിരി കത്തിയിട്ടുണ്ട്. ബാക്കി വീഡിയോയിൽ കാണാം.